ഒരു വിഭാഗം ആളുകൾ ഒതു കൊടുത്ത് പള്ളിക്ക് കയറിയപ്പോൾ അവരുടെ കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗം നനഞ്ഞിട്ടില്ലായിരുന്നു. അത് കണ്ടപ്പോഴാണ് തങ്ങൾ പറഞ്ഞത്, പോയി ഒതു കൊടുക്കണം, വൈലുല്ലിൽ അഖാബി മിനന്നാർ. കാലിൻ്റെ മടമ്പ് നനക്കാതെ ഒതു പൂർത്തിയായി ചെയ്യാതെ നിസ്കരിക്കാനും ഒന്ന് നിൽക്കുന്നത്, ഷർത്ത് വെക്കാതെ വരിക, ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കയറി വരിക, എൻട്രി പാസ് ഇല്ലാതെ കയറി വരിക, അതൊരു ഒഫൻസ് അല്ലേ? തിരിച്ചു പോകേണ്ടി വരില്ലേ? ക്യൂ നിൽക്കാതെ കടന്നു വരിക എന്ന് പറഞ്ഞ പോലെ ഇതൊരു എൻട്രി, അള്ളാഹുവിൻ്റെ മഖാമിലേക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള എൻട്രി പാസ്. ഒതു ശരിയായി എടുക്കലാണ്. ഒതുവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് കാല് കഴുകുക എന്ന് പറഞ്ഞത്. ഖുർആനിന്റെ നസ്സു കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. വഅർജുലകും ഇലൽ കഅബൈൻ, നിങ്ങളുടെ കാല് മടമ്പ് വരെ കഴുകണം. അപ്പൊ പിന്നെ സോക്സമ്മ തടവിയാൽ പറ്റുമോ ചോദ്യം വന്നു. എൻ്റെ ഓഫീസിൽ എൻ്റെ അറബി ചെയ്യണ്ടല്ലോ, മറ്റാള് ചെയ്യണ്ടല്ലോ, ഇയാള് ചെയ്യണ്ടല്ലോ. നമ്മുടെ മദ്ഹബിന്റെ വീക്ഷണം പറ്റുന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുത്തോളി, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മദ്ഹബിന്റെ ഇമാമിയങ്ങളും പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ഹുഫ എന്ന് പറയുന്നത് ലെതർ കൊണ്ടുണ്ടാക്കുന്നൊരു സോക്സ് ഉണ്ട്. അതിപ്പോഴും പല നാട്ടുകാർ, നമ്മുടെ തണുപ്പ് രാജ്യങ്ങൾ, ഇപ്പം നമ്മുടെ റഷ്യൻ ഭാഗത്ത് അങ്ങോട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഹജ്ജിനൊക്കെ വന്നാൽ, ഉംറക്ക് വന്നാൽ കാണാൻ പറ്റും. ഒരു സോക്സ് പോലത്തെ ഒരു ഷൂ ആണത്, ബൂട്ട് എന്ന് തോന്നുന്നു. അതിൻ്റെ മീതെ വേറെ ഷൂ ഉണ്ടാവും, ബൂട്ട് ഉണ്ടാവും. അതിട്ടിട്ട് പുറത്ത് കിടക്കുക. പള്ളിയിലേക്ക് കിടക്കുമ്പോൾ ആ മേലെയുള്ള ബൂട്ട് ഒഴിവാക്കിയിട്ട് ഉള്ളിൽ ലെതർ കൊണ്ടുള്ളൊരു സോക്സ് ഉണ്ട്, കാലിൻ്റെ പകുതിയോളം വരുന്നത്. അതിനാണ് ഹുഫ എന്ന് പറയാം. അതവിടെ വെച്ചവിടെ നിൽക്കും, അത് വെള്ളം അബ്സോർബ് ചെയ്യൂല, അതിട്ട് നടക്കാൻ പറ്റണം. അത്തരം ഷർത്തുകളൊത്ത ഹുഫയുടെ മേൽ നിങ്ങൾ ഒതു കൊടുത്തിട്ടാണ് ആ ഹുഫ ധരിച്ചതെങ്കിൽ പിന്നെ നിങ്ങൾ ഒതു കൊടുക്കുമ്പോൾ ആ ഹുഫയുടെ മേൽഭാഗം തടവിയാൽ മതിയെന്ന. അടിഭാഗമല്ല, നടക്കുന്ന സ്ഥലം അടിയാണ്. അടിയിലെ ശരിക്കും തടവാൻ തോന്നുക ലോജിക്ക് പ്രകാരം, പക്ഷെ തടവേണ്ടത് മേലെയാണ്, മേൽഭാഗം തടവാൻ. അത് ഒതു കൊടുത്തിട്ട് ധരിക്കണം. അപ്പൊ ആ ഒരു മസ്അലയോട് ജൗറബ്, നമ്മുടെ ക്ലോത്ത് കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ് എന്ത്, സോക്സ് എന്ന് പറയുന്നത്. അത് ഊരാൻ എളുപ്പമാണ്. ഒന്ന് ഡ്രൈ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പം പിന്നെ നാറ്റം വരും, ഷൂ കേടി വരും എന്നൊക്കെ പറയും. അതപ്പം വലിയ റീസൺ. ടിഷ്യൂം കാര്യങ്ങളൊക്കെ ഇവിടെ അല്ലേ, ഒന്ന് കാല് നനഞ്ഞാൽ തന്നെ ഒന്ന് ഉണക്കിയെടുത്താൽ പോരെ. അത് അഴിച്ചിട്ട് നമ്മൾ കഴുകുക. കാരണം വൈലുല്ലിൽ അഖാബിബിനെ, മടമ്പ് മുഴുവൻ നനയാതെ നിസ്കരിക്കാൻ വന്നവരെ പറ്റിയ തങ്ങളീ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെയാണെങ്കിൽ കാല് കഴുകൽ എത്ര നിർബന്ധമുള്ള വിഷയമാണ്. അതൊരു ഇബാദത്താണ്. അത് അതിൻ്റെ ലോജിക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, ദീനിന്റെ നിയമമാണ്. അപ്പോ സോക്സും ഹുഫയും ഒന്നാണ് എന്ന് താരതമ്യം ചെയ്ത് പറയുന്നവരുണ്ട്. അല്ലാഹു ആലം, നമുക്കതിനൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ഫത്വ കൊടുക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഒരു വീക്ഷണപ്രകാരം പറ്റൂല എന്നാണ്. വലിയൊരാളൊരു മസല ചോദിച്ചു എന്നോട്, ഈ ഹുഫ. ഞാൻ പറഞ്ഞ ഹുഫ തടാൻ മൂപ്പര് എന്നോട് തെറ്റി. പിന്നെ അതിൻ്റെ ശേഷം പറ്റൂല, എന്ത് ചെയ്യും? അങ്ങനെ പറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മതപ്രകാരം അത് പറ്റൂല. അപ്പൊ സോക്സ് എന്ത് ചെയ്യുക, അഴിച്ചിട്ട് കഴുക തന്നെ വേണം. അതാണ് അതിൻ്റെ ഏറ്റവും തഖ്വയുള്ള വശം, ഏറ്റവും സേഫസ്റ്റ് വശം അതാണ്. കാരണം കാല് കഴുകൽ ഖുർആന്റെ നസ്സുകൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അത്രക്കൊരു പവർഫുൾ എവിഡൻസ് ഇപ്പുറത്ത് വേണം. അതില്ലാത്തത് കൊണ്ട് കാല് കഴുകലാണ് അവിടെ സേഫ്. അതാണ്, അല്ലെങ്കിൽ പെട്ടുപോകും. പിന്നെ ഓരോരുത്തർക്കും അവരുടെ രീതികളാണ്. ഇപ്പോൾ മറ്റു മദ്ഹബുകളുടെ ഇമാമിയങ്ങളല്ലേ സമകാലികരായ പണ്ഡിതന്മാരൊക്കെ പറ്റുമെന്ന് പറയുന്നവരുണ്ട്. അതനുസരിച്ച് പോയിക്കോട്ടെ.